സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ
യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, താൽക്കാലിക ജീവിതത്തിൽ നിന്നും മോചനം നേടി വ്യർത്ഥലോകത്തിൽ നിന്നും യാത്രയായിരിക്കുന്നു ഈ വത്സല പിതാവിന്റെ ആത്മാവിനെ നിന്റെ മാലാഖമാരാൽ നയിക്കപ്പെട്ട പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയിൽ ആശ്വാസവും സന്തോഷവും നിറഞ്ഞ സ്ഥലങ്ങളിൽ വസിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ വത്സരദാസന്റെ ആത്മാവ് മുഖപ്രസാദത്തോടുകൂടി അവിടെ നിന്നെ എതിരേൽക്കുമാറാകണമേ. മോരന്മാലോകാൻ വിസ്മൃതനായ ഞാൻ മൃതനെ പോൽ ഹല്ലേലൂയ പാഴ്പാത്രം പോലെയുമായി ആലോചിക്കുന്നതു കേട്ടേ എന്നാത്മമെടുക്കാൻ അവരൊത്തു ഹല്ലേലൂയ ഞാനോ ശരണം പ്രാപിച്ചങ്ങൾ ചൊല്ലുന്നാഥ നീയാണെൻ ദൈവം ഹല്ലേലൂയ നിൻ കയ്യിൽ തന്നെ കാലങ്ങൾ പാർക്കുമോ മനോലം വാദാമനോലം ഉൾമീനാമേ ജീവിപ്പവരിൽ തിരുമുൻപിൽ കുറ്റം നേർന്നോ ഇല്ലല്ലോ നാഥ
സ്തോത്രം പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും എല്ലാ സമയത്തും അർപ്പിക്കുവാൻ യോഗ്യരായി തീരണമേ. ആത്മാക്കൾ സൃഷ്ടാവും ശരീരങ്ങളിൽ മാതാവ് നിർമ്മിക്കപ്പെട്ടവരുടെ ശരണ സൃഷ്ടികളുടെ പ്രത്യാശ കബറടങ്ങൽ പുനർജീവനും ദുഃഖിതരുടെ ആശ്വാസവും സഞ്ചരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ദൈവമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ദാസരുടെ ശവസംസ്കാര സൂക്ഷ്മം നിർവഹിക്കുന്നതായ സമയത്തും ഞങ്ങളുടെ ആയുസ്സുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. കൃപയും സത്യവും വളരെയുള്ളവനും സനാതനദേശത്തും ജീവനും മരണമില്ലായ്മയുടെ ഉറവിടവുമായ കർത്താവേ, നീ സകലത്തെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമാകുന്നു. നീ അത്യുഗ്രനും ആധിപത്യത്തിൽ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും അത്രേ. നിന്റെ ദിവ്യദൃഷ്ടികളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം അഗാധ ചിന്തകളും ഹൃദയ നിരൂപണങ്ങളും നിന്റെ മുൻപാകെ പരസ്യവും നഗ്നവും അത്രേ. നിന്റെ നിശ്ചയങ്ങൾ അപരിമേയങ്ങളും മാർഗങ്ങളും ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ക്കുവാനും മനുഷ്യ സംഹാരകനായി മഹാസർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സല്യപുത്രനായ യേശുമിശിഹായെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും മനസ്സിലുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ ദാസന്റെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകൾ നിന്റെ ദയയാൽ പരിപൂർണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലത് കൈ ഇവനെ നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്നിവനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഈ ദാസനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്നിവനെ രക്ഷിച്ചു കൊള്ളണമേ. ഈ ദാസന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ ഇവനെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ എല്ലാവരും കുറ്റക്കാരാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യം നീ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശുദ്ധ നാമവും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഇവരിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന് മേൽ ഉദിക്കുമാറാകണമേ. ഞങ്ങൾ വിശ്വസിച്ച ജയമുള്ള ശ്രീബ ഇവനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമാക്കി തീർക്കണമേ. കർത്താവേ, നിന്റെ അഭിഷിക്തനുള്ള പ്രത്യാശയിൽ ഞങ്ങൾക്ക് മുൻപായി നിന്റെ അടുക്കലേക്ക് യാത്രയായവരും ശ്രേഷ്ഠരും മഹനീയരുമായ അവന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരെയും ഇവിടെ അവശേഷിക്കുന്നവരായ ഞങ്ങളെയും ആദിത്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവായി സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരാക്കണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. മൃതിപൂണ്ടൊഴുകിയ ലാസറിനെ കബറിൽ നിന്നും ദേവതരോജൻ വിളി ചെയ്തോരാജ്ഞാ ശബ്ദം ഉദ്ധാനെ മൃതരെ ചേർക്കും. യോസാഫാത്തിൻ താഴ്വരയിൽ രാജനയിക്കും തലമുറകൾ അണയും വിധിയേൽക്കാൻ നാഥാ കൃപ ചെയ്യണമെന്ന് കരുണ്യവാനായ ദൈവമേ, ദർശനം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപങ്ങൾക്ക് സമർപ്പിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം വിവാഹവാസം വിടുന്ന ദാസന്റെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവന്റെ ശാസ്ത്രങ്ങളുടെ ബലമേറിപ്പിടിയിൽ നിന്നും അദൃശ്യരുമായ മണ്ഡലവാസികളുമായ വഞ്ചകരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമാറാകണമേ. എന്നേ കർത്താവും ദൈവമായുള്ളവേ, ഞങ്ങളോടുള്ള നിന്റെ ബഹുലമായ കരുണയായ ആത്മാവ്
നിന്റെ വിശുദ്ധന്മാരുടെ നിവാസനങ്ങളിലും ജീവനുള്ള പട്ടണങ്ങളും ചെയ്തുമാറാകണമേ. ധന്യൻ മിശിഹാ വചനത്താൽ മൃദരെ ഉയർപ്പിപ്പോൻ തൻ കൽപ്പന പാലിപ്പോർക്കായി തേജോ വസനം നൽകിയിടും അവനെ രാജ്യത്തെ തിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും. മധുരസ്വരത്തിൽ താൻ ചൊല്ലും വന്നേ കൽപ്പന കാത്തോ കായ് മുന്നം കാതെ കരുതിയതാം രാജ്യം പാലിക്കുമോ. വർഷിക്കട്ടെ ബാബത്തെ ചൂടയിൽ പാലകളിൽ തൂകിയതായിടുന്നൽ ജീവൽ പാനി നീര മൃതരോഗിയാകുലമേറും ഭവനങ്ങളിമേവുന്നോരിൽ നിൻ ശരണത്തിൽ നേന്ദ്രേതരം ദാസൻ മാതൻ വിഴവോകെ നൽകിയിടുവനീ അവകാശം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ മുറിയോറാകെ മേളയോ ആധാരേ. ശരണി മൃദനോ ദാസന്നോദ്ധാനം ദ്രവ്യത ഏകേട്ടേ. ശരമദിനം വാർത്താൽ പരിദേവന ദിവസം നെടുവീർപ്പിൻ ദിവസം തീർത്ഥദിനം ദേവാ നൽകണമാശ്വാസം. മരണത്തിൻ കാസ നുകരണമെല്ലാരും യൗവനമതിനായ കഠിനതരം ദേവാ നൽകണം ആശ്വാസം. നിഖിലം പാഴാക്കും മൃതിമുന്നറിവന്യേ നിപതിച്ചിന്നിവരിൽ നിന്നുദ്ധാരമിവൻ ഏകണമാശ്വാസം. സഹജൻ രക്ഷിക്ക സ്നേഹിതനുദകീട നിപിയേവം ചൊന്ന വാക്യം നിറവേറി തുണ ചെയ്യൻ നാഥ. മൃദരാമൊറ്റോർക്കായി കഷ്ടതയേൽക്കാനും മൃദയാം നാശകനെ ചൊല്ലിക്കരയാനും ബാധ്യതയും ദേവനും. എല്ലാവരിൽ നിന്നും സ്തുതിതേ സകലേശ മൃദുയർപ്പൂണ്ടിടും സർഗം നേടിയിടും സ്തോത്രം പാടിയിടും. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും പാർക്കുന്നു. ശ്രീനാടുകളുടെ സ്ത്രീ അവരുടെ നമ്മുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതുതരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകുവാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റു വല്ല ധാന്യത്തിന്റെയോ വെറുമൊരു മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റേത് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്.
ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിധിക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിന് വിധിക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗമിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദിമനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയമല്ല, ഭൗതികനാണ്. പിന്നീട് ആത്മീയം. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. ബാറയ്ക്കുമോ ശോഭയിവനിലുദിപ്പിക്കേണം. കാരുണ്യാദിക്കാൻ രക്ഷയുമേകണമേ. വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അഭിനയിച്ചവന് സ്തുതികളും നാം എല്ലാവരും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യകമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ഏകലോകവാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യേക അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവൻ വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിന്റെ ഉയർപ്പിനായും പുറത്തു വരും എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ബഹുമാനുള്ള മണിരശം, ബഹുമാനുള്ള പീഠം, ദേവമാതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വേനൽക്കാലായ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട അവശ്യം, നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നും നമ്മുടെ വേനൽക്കാലായ കുടുംബത്തിൽ നിന്നും നമ്മുടെ വത്സരപിതാവ് ദൈവസന്നിധാനത്തിലേക്ക്
അതിന്റെ നിത്യസമാനത്തിനായിട്ട് പോയിരിക്കുന്നു. പ്രിയപ്പെട്ട അപ്പച്ചനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുവാനായിട്ടാണ് നമ്മെ ദേവാലയത്തിൽ ഒന്നിച്ച് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 55 വർഷക്കാലത്തോളം ഈ പ്രദേശത്ത് പോലെ സജീവ സാന്നിധ്യമായിട്ട് ജീവിച്ച് കടന്നു പോകുന്ന ഒരപ്പച്ചൻ. ഈ പ്രദേശത്തെ സജീവത്തിലെ പോലെ തന്നെ ഈ ഇടവകയുടെ വളരെ സജീവമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഈ ദേവാലയത്തിൽ വളരെ ദീർഘകാലം അതിൻ്റെ ട്രസ്റ്റിയായിട്ടും സെക്രട്ടറി ആയിട്ടും ഈ ദേവാലയത്തിൻ്റെ നടുത്തോണായിട്ടും ജീവിച്ച് പ്രവർത്തിച്ച് തൻ്റെ വിശ്വാസത്തിൽ വളർന്ന് തനിക്ക് ദൈവം നൽകിയ കുടുംബത്തെ വളരെ ത്യാഗത്തോടുകൂടി വിശ്വാസത്തിൽ വളർത്തി ദൈവം കൊടുത്ത 9 മക്കളിൽ 7 പെൺമക്കളെയും 2 ആൺമക്കളെയും ദൈവികമായി വളർത്തി ദൈവിക മൂല്യങ്ങൾ വളർത്തി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മനോഹരമായ വാക്യം ഇപ്രകാരമാണ്: ഞാൻ നല്ല ഓട്ടം ഓടി, നല്ല ഓടി, വിശ്വാസം നീതിയുടെ കിരീടം പ്രാപിക്കുവാനായി ഞാൻ വിധിക്കുന്നു. ഈ പ്രിയപ്പെട്ട അച്ഛൻ എന്തുകൊണ്ടും പറയാവുന്ന ഒരു തിരുവചനമാണ്. അതെ, നല്ല ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുന്നു. ദൈവം കൊടുത്ത ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഉത്തമമായ ബോധ്യമുണ്ടായിരുന്ന ഒരു മത്സരപിതാവ് ജീവിതത്തിന്റെ ആരംഭത്തിൽ ഒരുപാട് ത്യാഗം ശ്രമിച്ച് ഈ പ്രദേശത്ത് മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി ഒരു മാതൃകാ കുടുംബം കെട്ടിപ്പടുത്തി കടന്നു പോയിട്ടുള്ള ഒരു മത്സരപിതാവ്. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കുവാനായിട്ട് സാധിക്കും, സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. കാരണം ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് താൻ തന്റെ കൊച്ചു ജീവിതം ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിച്ച ഒരു ജീവിതമാണ്. ദൈവപ്രമാണങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, ദൈവവചനത്തെ വിശ്വസിച്ചുകൊണ്ട്, അതിലെല്ലുപരി വിശുദ്ധ വളരെ ആഴമായ സ്നേഹവും ബന്ധവും വിശ്വാസവും പുലർത്തി വിശുദ്ധ സ്വീകരിച്ച് ദൈവത്തിന്റെ നല്ല പങ്കാളിയായി ലോകത്തിൽ ജീവിച്ചു. സഭയോട് എത്രമാത്രം പറ്റിച്ചേരാമോ, പൗരോഹിത്യത്തോട് എത്രമാത്രം പറ്റിച്ചേരാമോ അത്രമാത്രം പറ്റിച്ചേർന്ന് ജീവിച്ച ഒരു വ്യക്തി. താൻ മാത്രമല്ല, തന്റെ കുടുംബാംഗങ്ങളോട് മൊത്തം ദൈവത്തോടും ദൈവത്തിന്റെ സഭയോടും സഭയുടെ പൗരോഹിത്യത്തോടും ചേർന്ന് നിന്ന് ജീവിച്ച, ഭൗതികമായി മാത്രമല്ല ആത്മീകമായ ഒരു ചൈതന്യത്തിൽ ഈ ദേവാലയത്തിന്റെ ഒരു നല്ല നാടിയായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, മരണം എന്ന് പറയുന്നത് അപൂർവമായ സംഭവങ്ങളൊന്നുമല്ല, അപ്രതീക്ഷിതമായ സംഭവങ്ങളൊന്നുമല്ല. വചനം പഠിപ്പിക്കുന്നത് 70 ഏറെയായാൽ 80 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ അപ്പച്ചന് 5 വർഷക്കാലം ബോണസ് കിട്ടിയിരിക്കുന്ന 85 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു അപ്പച്ചനാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഈ അപ്പച്ചൻ കുറച്ച് ദിവസങ്ങളിൽ അവസാന കാലത്ത് ആശുപത്രിയിലായിരുന്നു. 10-15 ദിവസം അദ്ദേഹം ആ ആശുപത്രിയിൽ പോകുവാനും ഈ അപ്പച്ചനെ കണ്ട് പ്രാർത്ഥിക്കുവാനും അവസരം സ്വീകരിച്ചു. അന്നു മുതൽ ഈ മരണ നിമിഷം വരെ ഞാൻ കണ്ടൊരു വലിയ സത്യം, ഈ അപ്പച്ചൻ്റെ മക്കൾ മുഴുവൻ, അമ്മയും മക്കൾ മുഴുവൻ ഈ അപ്പച്ചൻ്റെ കൂടെ ഈ 2 ആഴ്ച കാലം ഉണ്ടായിരുന്നു. അപ്പച്ചനോട് തന്നെ ശുശ്രൂഷ ചെയ്ത് കൊടുത്തുകൊണ്ട്, സാന്നിധ്യം കൊണ്ട് അപ്പച്ചനെ അനുഗ്രഹിച്ചുകൊണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: മാതാപിതാക്കളുടെ മരണസമയത്ത് മാതാപിതാക്കളുടെ അടുക്കൽ ഇരിക്കുക എന്ന് പറയുന്നത് അപ്പൻ്റെ അമ്മയുടെയും ഭാഗ്യമല്ല. പലരും അങ്ങനെ വിചാരിച്ച് വെച്ചേക്കുന്നത്. ആ അപ്പൻ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് പലരും പറയുന്നത്. ഞാൻ പറയാം, അങ്ങനെയല്ല. ഈ മക്കൾ എത്ര ഭാഗ്യമുള്ളവരാണ്. എനിക്ക് അറിയാം, 5-6 മാസം അപ്പൻ്റെ കിടക്കിക്കരിയെ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരുന്നത് മരിക്കാൻ സമയമായപ്പോൾ ഒന്ന് പുറത്തിറങ്ങിപ്പോയി വന്നപ്പോഴത്തേക്കും വിശ്വാസം പോയ അപ്പച്ചന്മാരെ 6 മാസം കാത്തിരുന്നത് ആ മരണം സന്നിധാനത്തിൽ കാണാൻ ഒക്കാതെ കടന്നു പോയ മക്കളെ. അപ്പന് കൊടുക്കേണ്ട ശുശ്രൂഷ, അമ്മയ്ക്ക് കൊടുക്കേണ്ട ശുശ്രൂഷ നൽകുവാൻ ഒരു മകനോ മകൾക്കോ അല്ലെ മക്കൾക്ക് സാധിച്ചാൽ അതാണ് മക്കൾക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഇത് പല മക്കൾക്കും തിരിച്ചറിയാത്ത ഈ സത്യം അതാണ്. പലരും പറയും, ഈ അപ്പന് ഭാഗ്യമില്ല മകന്റെ വെള്ളം കുടിക്കാനാണ്. അങ്ങനെയല്ല. അപ്പന്റെ ജോലി ഈ മക്കളെ വളർത്തുക, വളർത്തി ഉയർത്തി കൊണ്ടുവരിക. അപ്പന്റെ കടമ തീർന്നു. ഇനി അപ്പനെ ശുശ്രൂഷയുടെ ജോലി മക്കളുടേതാണ്. ഇന്ന് പല അപ്പന്മാരും അമ്മമാരും അനാഥാലയത്തിൽ കിടക്കുമ്പോൾ ഓർത്തോണം, മകനും മകൾക്കും ഭാഗ്യമില്ല ആ അപ്പനെ ശുശ്രൂഷിക്കുവാൻ, ആ അപ്പന് വെള്ളം കൊടുക്കുവാൻ,
അനുഗ്രഹം പ്രാപിക്കുവാൻ. വചനം പഠിച്ചു നോക്കാം. അബ്രഹാമായാലും ഇസ്ഹാക്കായാലും യാക്കോബായാലും യോസേഫായാലും അന്ത്യദിനങ്ങളിൽ മക്കളെ അനുഗ്രഹിക്കുന്നത് ദൈവാനുഗ്രഹത്തിന് ഒരുപക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായി. യേശാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് തരാൻ ഒന്നുമില്ലയോ? വഞ്ചിച്ചാണെങ്കിൽ പോലും യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചു കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് യേശാവ് ചോദിക്കുന്നത്, എനിക്ക് തരാൻ ഒന്നുമില്ലയോ? എത്ര നിറഞ്ഞായിരിക്കും അപ്പച്ചൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. തന്റെ മക്കൾ, കൊച്ചുമക്കളെല്ലാം തന്റെ സന്നിധാനത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അതിനേക്കാൾ വലിയ ഭാഗ്യം മക്കൾക്ക് ഉണ്ടാവുന്നത്. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയ കാര്യം. അവരവരുടെ ജോലികളും വേലകളും കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും എല്ലാം മാറ്റി വെച്ച് അപ്പച്ചൻ്റെ കൂടെ ആയിരിക്കുവാൻ അവർ കാണിച്ചു. അത് അവർ ആരംഭത്തിൽ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അപ്പനും അമ്മയും കൊടുത്ത സ്നേഹത്തിൻ്റെ, നൽകിയ ജീവിത മാതൃകയുടെ, ജീവിത മൂല്യത്തിൻ്റെ, ജീവിത വിശ്വാസത്തിൻ്റെ, ദൈവിക സ്നേഹത്തിൻ്റെ മനോഹരമായ പ്രകടനം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുക. ഈ തീർച്ചയായിട്ടും എപ്പോൾ ചെന്ന സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിവസം. കാരണം ഈ ലോകത്തിൽ ദൈവം കൊടുത്ത ജീവിതം നന്നായി ജീവിച്ച്, ദൈവത്തോട് ചേർന്ന് ജീവിച്ച്, സഭയോട് ചേർന്ന് ജീവിച്ച്, തന്റെ ജോലികൾ പൂർത്തിയാക്കി ദൈവസന്നിധാനത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തെ സന്തോഷിക്കും. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ ജനിക്കും മുമ്പേ സ്വർഗത്തിൽ അവന് വേണ്ടി ദൈവം തമ്പുരാൻ വാസമൊരുക്കി വെച്ചിട്ടുണ്ട്. ഇവൻ തിരിച്ച് സ്വർഗത്തിൽ ചെന്ന് ആ വാസസ്ഥലത്ത് താമസിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവസാന വാക്യം പറയുന്നത്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യസൗഭാഗ്യത്തിലേക്ക് കടന്നു വരികയും ലോകത്തിന്റെ ആരംഭം മുതൽ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഒരു സീറ്റ് ഒരുക്കിയിട്ടുണ്ട് തമ്പുരാൻ. അവിടെ ചെല്ലുവാൻ ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. ആർക്കെ അവിടെ ചെല്ലാൻ ഒക്കത്തുള്ളൂ? നന്മ ചെയ്തവർക്ക് മാത്രം. നാം ലോകത്തിന്റെ മനുഷ്യരല്ല, നമുക്ക് ദൈവത്തിന്റെ മനുഷ്യരാണ്. ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും. ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു കിട്ടിയാലും, വസ്തു സമ്പാദിച്ചാലും, പണം സമ്പാദിച്ചാലും, പേര് സമ്പാദിച്ചാലും, പെരുമ സമ്പാദിച്ചാലും, ഈ ലോകത്തിൽ എന്തെല്ലാം സമ്പാദിച്ചാലും പലരും ചോദിക്കുന്നത് പോലെ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? അതിനേക്കാൾ വിലപ്പെട്ട ഒന്നുമില്ല. ഇത് നന്നായി മനസ്സിലാക്കിയ അപ്പച്ചന്റെ ശവസംസ്കാര ശുശ്രൂഷയും നമ്മൾ സംബന്ധിക്കുന്നു. പ്രാർത്ഥിക്കാം. അപ്പച്ചന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മനുഷ്യത്വം സംബന്ധിച്ചെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ രക്തത്താൽ അവരെ കഴുകി വിശദീകരിച്ച്, കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാതുകളിൽ പെട്ടിട്ടില്ലാത്ത, മനുഷ്യ സംഘങ്ങൾക്ക് എത്തിയിട്ടില്ലാത്ത അനിത്യ സൗഭാഗ്യം പ്രിയപ്പെട്ട അപ്പച്ചൻ കൊടുക്കട്ടെ. പ്രാർത്ഥിക്കാം. അപ്പച്ചൻ കടന്നു പോകുമ്പോൾ സന്തത സഹചാരിയായി ജീവിച്ച പ്രിയപ്പെട്ട അമ്മച്ചിക്ക് താങ്ങാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. പക്ഷെ ദൈവിക പദ്ധതികളെ മാറ്റിമറിക്കാൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല. സർവശക്തനായ ദൈവം അമ്മച്ചി ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. തീർച്ചയായിട്ടും മക്കളുടെ കൂട്ടായ്മ ആ അമ്മച്ചിക്ക് വലിയ പിൻബലമായിരിക്കും എന്ന് ഉറപ്പാണ്. അതുപോലെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നല്ല മാതൃക, നല്ല ജീവിതം ഒരു അനുകരണീയമായ ഒന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ കാട്ടിത്തന്ന നല്ല വഴിയിലൂടെ നടന്നു നിത്യത്തിലെത്തിച്ചുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ട അധ്യക്ഷൻ അഭ്യന്തരായ യോഹന്നാൻ ക്രിസ്തുസുകൊണ്ട് ഈ ഭവനത്തിൽ വന്നു. അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചു. എങ്കിലും അടിയന്തരമായ അദ്ദേഹത്തിന് വേറൊരു പരിപാടിക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഈ സംസ്കാരത്തിന്റെ അവസാന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട് സാധിച്ചില്ല. അതിന്റെ പിതാവിന്റെ പേരിലും പത്തനംതിട്ട രൂപതയുടെ പേരിലും ഇടവക കൂട്ടായ്മയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും കുടുംബാംഗങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹം, ഞങ്ങളുടെ വാത്സല്യം, അതിന്റെ പ്രാർത്ഥനാപരമായ അനുശോചനവും ഞാൻ അറിയിക്കുന്നു. ഈ ഭവനത്തെ ദൈവം മുഴുവൻ ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയപ്പച്ചനെയും മാതാവും എന്നെയും നിങ്ങളെയും സഹായിച്ച് നിത്യത്തിൽ എത്തിച്ചേരുന്ന സൗഭാഗ്യം എനിക്ക് നിങ്ങൾക്കും നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇടവകയെ സംബന്ധിച്ചോളം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മളിൽ നിന്ന് കടന്നു പോയിരിക്കുന്നു. ഇടവകയിൽ അനേക നാള് ഇടവകയുടെ ട്രസ്റ്റിയായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ വ്യത്യസ്തമായ ജോലികൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നിർവഹിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട തങ്കച്ചായൻ. അതോടൊപ്പം തന്നെ ഈ ദേശത്തിനും ഇടവക കൂട്ടായ്മയ്ക്കും ഒക്കെ ഒരിക്കലും മറക്കുവാൻ ആകാത്ത ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസൻ. ഇടവകയുടെ ഒരു വലിയ നഷ്ടം ആണെങ്കിൽ തന്നെയും 85 വർഷക്കാലം ഇവിടെ ജീവിച്ച് ഇടവകയോടും ഈ നാടിനോടും ഈ മണ്ണിനോടും ഒക്കെ
ചേർന്ന് നിന്ന് തന്നാലാവും വിധം ദൈവം ഫലമേൽപ്പിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കിക്കൊണ്ട് നമുക്കെല്ലാം മാതൃക നൽകിക്കൊണ്ട് കടന്നുപോയ ഒരു വ്യക്തി. പ്രത്യേകിച്ച് 9 മക്കൾക്ക് ജന്മം നൽകി 9 പേരെയും സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് അവരെവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് എന്ന് നമുക്ക് അറിയാം. അവരെവിടെയൊക്കെ ആയിരുന്നാലും ഈ കഴിഞ്ഞ 3 മാസം 4 മാസമായി ഈ ദേവാലയത്തിൽ വികാരിയായിട്ട് ഞാൻ ചാർജ് എടുത്തിട്ടുള്ളത്. പല ആവർത്തി ഈ നാട്ടിലുള്ളവരെ പല ആവർത്തി അവര് ഈ ഭവനത്തിൽ ഈ അപ്പച്ചനോടും അമ്മച്ചിയോടും ഒരുമിച്ച് ആയിരിക്കുന്നത് കാണുവാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ആഴ്ചക്കാലം ഹോസ്പിറ്റലായിരുന്ന ദിവസങ്ങളിലെല്ലാം എല്ലാവരും നാട്ടിലെത്തുകയും ദൂരത്തായിരുന്നവരെല്ലാവരും നാട്ടിലെത്തുകയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും ഒരുമിച്ചായിരുന്ന ഈ വത്സരപിതാവിന് ചുറ്റുമായിരുന്ന ഈ പിതാവിൻ്റെ ആ വലിയ സ്നേഹം, കൊടുത്ത സ്നേഹം തിരിച്ച് നൽകുന്നത് കാണുവാൻ ഇടയായി. ഈ വത്സരപിതാവിന് നമ്മൾ നിന്ന് കടന്നു പോകുമ്പോൾ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെയും ഈ ദേശത്തിൻ്റെയും എല്ലാവരുടെയും നാമത്തിലുള്ള അനുശോചനം, പ്രത്യേകിച്ച് ഇടവകയുടെ നാമത്തിലുള്ള അനുശോചനം ഒക്കെ മൃതശരീരത്തിൽ വെച്ചുകൊണ്ട് ഇടവകയുടെ ട്രസ്റ്റി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരുടെയും നാമത്തിലുള്ള അനുശോചനവും പ്രാർത്ഥനയും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഈ കുടുംബത്തിനോടുള്ള സ്നേഹത്തെ പ്രതി ഈ കുടുംബത്തിന്റെ ഏറ്റവും അടുത്ത് അറിയാവുന്ന വ്യക്തി കൂടിയായ അഭിവന്യ പിതാവ് ഈ ഭവനത്തിലേക്ക് കടന്നു വരികയും ഈ വത്സരദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിതാവിനോട് കുടുംബാംഗങ്ങളുടെ നാമത്തിലുള്ള നന്ദി, ഇടവകയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അപ്പച്ചന് ആശുപത്രിയിലായിരുന്നപ്പോഴും അവസാനം രോഗികളുടെ തൈലാഭിഷേകവും ഒക്കെ നൽകിയത് കുടുംബത്തോട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോസ് ചാമക്കാലയിൽ കോർപ്പിസ്കോപ്പ് അച്ഛനാണ്. പല ആവർത്തി ഞാനും അച്ഛനും ഈ അപ്പച്ചനെ കാണുവാൻ പോവുകയുണ്ടായി. മരണം അറിഞ്ഞ നിമിഷം ഭവനത്തിലെത്തി ഒരു ദിവസം വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന നടത്തി ഇന്നിപ്പോൾ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്നേഹബഹുമാനപ്പെട്ട അച്ഛനോട് ഇടവകയുടെയും കുടുംബാംഗങ്ങളുടെയും നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന വൈദിക ശ്രേഷ്ഠര്, ബഹുമാനപ്പെട്ട മണ്ഡലച്ചന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. മുൻ വികാരിമാരായിട്ട് ഉള്ളവര്, കുടുംബത്തോടുള്ള സ്നേഹത്തെ പ്രതി കടന്നു വന്നിട്ടുള്ള മറ്റ് വൈദിക ശ്രേഷ്ഠര് എല്ലാവരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കുടുംബാംഗങ്ങളുടെ നാമത്തിൽ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അവരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട പത്തനംതിട്ട MLA ശ്രീ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ സാറിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. സാറിനോടും പ്രത്യേകമായിട്ട് കുടുംബാംഗങ്ങളുടെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും സാംസ്കാരിക നേതാക്കളെയും എല്ലാവരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കുടുംബാംഗങ്ങളുടെ നാമത്തിൽ ഓർക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപ ഈ ദാസന്റെ മേൽ എല്ലാം ഇപ്പോഴും ഉണ്ടാകട്ടെ. കുടുംബാംഗങ്ങളെ ദൈവം ശക്തിപ്പെടുത്തട്ടെ. നമുക്കെല്ലാവർക്കും ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ കബറിലുള്ള ശുശ്രൂഷയും ദേവാലയത്തിൽ വെച്ച് നടത്തി നമ്മൾ ഈ മൃതശരീരം അടച്ച് കബറിങ്കിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ക്രിസ്തീയ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. ഭംഗിയായി നിന്ന് സങ്കടപൂർവ്വം ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയലായിസോൻ എന്ന
ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് അതീതനാകുകയില്ല. പ്രത്യത മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നരുൾ ചെയ്ത മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ മനുഷ്യരും മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ നിശ്ചയാവതരകാലത്ത് കൽപ്പിച്ച ക്രമീകരിച്ചവരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കളെ ആദിൽക്കരസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വന്തമാക്കി രക്ഷിച്ചവനായ കർത്താവെ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ജെറുസലേമിൽ എത്തിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രണ്ടാമത്തെ വരവിൽ നിന്നെ തേർക്കുവാൻ പുറപ്പെടുകയും സകല വിശുദ്ധരോടും ചേർന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ശ്രദ്ധിക്കുവാൻ ചെയ്യത്തോളം സന്തോഷകരമായ ഉയർപ്പിന് സേവയുടെ രശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറേതായി ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും യാത്രയായ നിന്റെ ദാസന് സ്വർഗീയ സഹായം അയച്ചു കൊടുക്കണമേ. ഈ മൃതശരീരത്തിൽ ഒഴിക്കപ്പെടുന്ന തൈലം മൂലം വായുമണ്ഡലത്തിൽ പതിയിരുന്നു മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളാൽ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശഭവനിൽ വിശുദ്ധന്മാരോട് ആനന്ദം നൽകണമേ. സന്തോഷപൂർവ്വം നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശ്രമത്തിനും പോരാട്ടത്തിനും വിമുക്തിക്കും വിശുദ്ധന്മാരോടുള്ള സൗഭാഗ്യത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജലസ്വരൂപാടിയും തിരുനാമത്തിൽ നിത്യജീവനായി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. വീണ്ടും നീ നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളിച്ചത് പ്രകാരം കർത്താവേ, തിരുഹിതം നിറവേറിയിരിക്കുന്നു. തിരികൾ അതിനെ തുടർന്ന് കബറിലേക്ക് ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ അപ്പച്ചനെ അവസാനമായിട്ട് ദേവാലയത്തിൽ നിന്ന് മൃതശരീരവും വഹിച്ചുകൊണ്ട്
നമ്മളെല്ലാവരും ഖബറിലേക്ക് യാത്ര ചെയ്യുന്നു. എല്ലാവരും ഇവിടെ നിൽക്കുന്ന ദേവാലയത്തിനുള്ളിൽ നിൽക്കുന്ന എല്ലാവരും ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങി ഖബറിലേക്ക് പോകുവാനുള്ള ക്രമീകരണം ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. Oh
ആഴൂഴിലുയരും
സൈഡിലിടാം പെട്ടിടം വെളി സൈഡിലിടാം പെട്ടിടം വെളി ഈ ദാസനെ തൻ കരുണ ചെയ്യട്ടെ. ദാസനെ
ദിവസങ്ങളിൽ വിശ്വവിശേഷിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. വത്സല സഹോദരരെ പരസ്പരം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും മനുഷ്യനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുകയും മനുഷ്യന് താഴ്മ നിഷേധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത് എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായ നിങ്ങളൊന്നും വർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കാനായി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യം അനുഭവിച്ചുകൊള്ളുകയും ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ സാധിക്കുമാറാകട്ടെ. തന്നുള്ള ശരണത്തോട് നിദ്ര പ്രാപിച്ച ഭക്തനായ ദാസനെ ദൈവകൃപയോട് ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരെയും ദൈവമായ കർത്താവിനെ ഗ്രഹിച്ച് പുണ്യപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായി പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, കലഹീനമുള്ളതുമായ പ്രാർത്ഥനകൾ പുനഃസിംഹാസനം കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി നിൽക്കണമേ. ഒരു വാക്ക് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഭാഷയോടും ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും നാമത്തിലുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഇവിടെ ഭക്ഷണം കരുതിയിട്ടുണ്ട്. അത് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ അതിനുശേഷമുള്ള പ്രാർത്ഥനകളും വരുന്ന ഞായറാഴ്ച മരിച്ച 7 അന്ന് വരുന്ന ഞായറാഴ്ചയാണ്. 5 ദിവസം ദേവാലയത്തിൽ അതുപോലെ 9 പ്രഭാതപ്രാർത്ഥനയും 10 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് ധൂപപ്രാർത്ഥനയും ഭവനത്തിൽ ധൂപപ്രാർത്ഥനയും നടത്തുന്നതായിരിക്കും. കുടുംബാംഗങ്ങളുടെ നാമത്തിന് എല്ലാവരെയും അതിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവരും അതിനും പങ്കെടുക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ദൈവം നമ്മുടെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നു. Okay.